സ്നേഹം എന്തൊരു ത്യാഗം പിതാവിന്തിരോ എന്തൊരു സ്നേഹം എന്തൊരു ത്യാഗം ശത്രുത കാമല്ലയോ പ്രാണനിരന്നു ഞാൻ പ്രാണൻ പ്രിയന്നേശു നിത്യമോക്ഷദീന പ്രാണൻ പിറന്നതാ പ്രാണൻ വെടിയേശു നിത്യമോക്ഷദീന ചെങ്കുപ്പിറന്നതാണേ നിരക്കവൻ തന്നതാണേ ചെങ്കുപ്പിറന്നതാണേ നിരക്കവൻ തന്നതാണേ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ ഗ്രഹിച്ചതാണേ ഉണർന്നപ്പോ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ ഗ്രഹിച്ചതാണേ ചങ്കു പുലർന്നതാണേ നിനക്കവൻ തന്നതാണേ ചങ്കു പുലർന്നതാണേ നിനക്കവൻ തന്നതാണേ നമുക്ക് വീണ്ടും ഒരു പാട്ടിൻ്റെ ഈരടികൾ കേൾക്കാൻ ഒരു പാട്ടിൻ്റെ ടോണ് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയ ചില വരികൾ ഞാൻ എഴുതി ചേർത്തതാണ്. അത് നമുക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് കേൾക്കാം. ചെയ്യുമേ രോഗിക്ക് വൈദ്യനുമേ അന്ധനുക്കായി ചെയ്യുമേ രോഗിക്ക് വൈദ്യനുമേ നിന്നെയും വീണ്ടെടുത്താൻ തന്റെ പുത്രനെ യാതനാക്കി നിന്നെയും വീണ്ടെടുത്താൻ തന്റെ പുത്രനെ യാതനാക്കി നീയൊന്നു നിന്നിടുന്നു നീയൊന്നു നിന്നിടുന്നു നിന്റെയും പേരുനാഥൻ കുശലിയാതനായി ഓ നിന്റെയും പേരുനാഥൻ കുശലിയാതനായി നീയൊന്നു വന്നിടുന്നു നീയൊന്നു വന്നിടുന്നു ജീവന്റെ പാരിടത്ത് നിന്നെയും ചേർത്താനപ്പാൻ ഓ ജീവന്റെ പാരിടത്ത് നിന്നെയും ചേർത്താനപ്പാൻ അന്തനു കാഴ്ചയുമേ രോഗിക്ക് വൈദ്യനുമേ നിന്നെയും വീണ്ടെടുപ്പാൻ തന്റെ പുത്രനെ യാതനാക്കി ഓ നിന്നെയും വീണ്ടെടുപ്പാൻ തന്റെ പുത്രനെ യാതനാക്കി പാവത്തിൽ ജീവിക്കല്ലേ പാവത്തിൽ ജീവിക്കല്ലേ പാവം നിന്നെ തകർക്കും യേശുവിൽ നീ വരുന്നു ഓ പാവം നിന്നെ തകർക്കും
ഗോഗോതമല മുകളിൽ യേശുവിൻ പൊൻമുഖത്ത് ഗോഗോതമല മുകളിൽ യേശുവിൻ പൊൻമുഖത്ത് ചന്ദന കാഴ്ചയുമേ രോഗിക്ക് വൈദ്യനുമേ നിന്നെയും വീണ്ടെടുക്കാൻ എന്റെ പുത്രനെ യാഗമാക്കി നിന്നെയും വീണ്ടെടുക്കാൻ എന്റെ പുത്രനെ യാഗമാക്കി. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടേണ്ടതിന് ഞങ്ങൾ 5 വർഷക്കാലമായി ഈ തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളിലും ഗ്രാമങ്ങളിലും ഊരുകളിലും പട്ടണങ്ങളിലും തീരദേശ എന്ന പ്രദേശങ്ങളിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. യേശുവിലൂടെ അല്ലാതെ നമുക്കൊരു മോചനമില്ല. എന്നാൽ ഇന്നും മോചിക്കപ്പെടുവാൻ കഴിയാതെ കണ്ണുനീരും നിലവിളിയും കണ്ണുനീര് വാരി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളുടെ നടുവിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ദൈവത്തിന്റെ സ്വന്തം നാളെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ഇന്ന് ഭ്രാന്താലയമായി മാറിയിരിക്കുന്നുവെന്ന് പാട്ടുകാരൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ കേരളം ഭ്രാന്താലയമായി മാറി. കാരണമെന്താ? മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും മറ്റ് രാസലഹരിക്കും അടിമയായി ഒരു കൂട്ടം യുവതി യുവാക്കൾ വിദ്യാഭ്യാസ മേഖലയിൽ പോകുമ്പോൾ ക്യാമ്പസുകളിലുമൊക്കെ അവരുടെ ആമേത്വം പിൻപോക്കറ്റുകളിൽ മാരകമായ വിഷദ്രാവകങ്ങൾ ആമേത്വം തന്റെ തലച്ചോറിൽ കുത്തിവെച്ച് തന്റെ അപ്പനമാരെ തിരിച്ചറിഞ്ഞുകൂടാത്ത പ്രസവിച്ച് വളർത്തി തന്റെ മാതാവിനെ കഴുത്തെറിഞ്ഞു കൊള്ളുന്ന കാലഘട്ടമായിരിക്കുന്നു. ആമേത്വം തന്റെ അപ്പന്റെ ചവിട്ടി വെച്ചുകൊണ്ട് 36 വെട്ടുപറ്റി കൊല ചെയ്യപ്പെട്ട് നമ്മുടെ ബന്ധങ്ങളിൽ സംഭവിച്ച കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? കേരളം ഒരു പ്രാന്താലയമായി മാറി. കാരണമെന്താ? പ്രാന്താലയമായി മാറിയെന്ന് പണ്ട് കവി എഴുതി വെച്ചിരിക്കുന്ന പാട്ട് പോലെ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം യുവതി യുവാക്കളുടെ തലമുറയെ ഒന്ന് രക്ഷിക്കപ്പെടുവാൻ നീ ഇന്ന് വരെ ചികിത്സയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ഇന്നലെ വരെ വിളിച്ച ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിൽ, ഇന്നലെ വരെ നമസ്കരിച്ച ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ഇന്നലെ വരെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലുള്ള സയൻസിന് കഴിഞ്ഞില്ല എങ്കിൽ, ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു മറ്റാരും രക്ഷയില്ല എങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാതിരിക്കുമെന്നുള്ള ശുഭ സന്ദേശത്തോടുകൂടെ ഞങ്ങൾ ഇറങ്ങി വന്ന ഈ സുവിശേഷ സന്ദേശം ഈ ദേശത്തെ ആയിരിക്കുന്ന ഈ ഉച്ചഭാഷണിക്കൂടെ നടുവിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അല്പനേരം ആ സന്ദേശത്തിലേക്ക് ജീവനെ പിടിച്ചു നിർത്തുന്നതിലേക്ക് വേണ്ടി മരിച്ചാലും ജീവിക്കുന്ന ഏക ഉത്തരം യേശു അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി ആ സന്ദേശം അറിയിക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സന്ദേശം. കാരണം അടുത്ത മണിക്കൂർ നിനക്കുള്ളതാണോ? അല്ല. അടുത്ത മണിക്കൂർ നിനക്കുള്ളതാണോ? അല്ല. നിനച്ചിരിക്കുമ്പോൾ പ്രാണൻ പിടിഞ്ഞു പോകുന്ന അല്പപ്രാണൻ ഉള്ളിൽ അകത്തുണ്ടായെങ്കിൽ ആ പ്രാണന്റെ ഉടയവനായിരിക്കുന്ന ദൈവസഭയിൽ വിളിച്ചു പറയുന്നു അല്പനേരം ഈ വയലിൽ ശ്രദ്ധിച്ചാൽ ഇന്നലെ വരെ കണ്ണീര് ഒഴുക്കിയെങ്കിൽ, ഇന്നലെ വരെ സമാധാനം ഇല്ല എങ്കിൽ സമാധാനം തരുന്നൊരു യേശുണ്ട്. കണ്ണുനീരിനെ ഒറ്റിയെടുക്കുന്ന ദൈവമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറക്കെ പറയുക. ആ സന്ദേശം അറിയിക്കുവാൻ നിങ്ങളെ വിലയേറിയ ശ്രദ്ധ അല്പനേരം ഉച്ചഭാഷയിലേക്ക് ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഉറപ്പിച്ചുകൊണ്ട് സന്ദേശത്തിലേക്ക് കടക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ.